കായംകുളം വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം നടത്തി. പുതിയിടം പേച്ചി അമ്മൻ കോവിൽ അങ്കണത്തിൽ നടന്ന ആഘോഷം വിശ്വകർമ്മ സേവാ സമാജം പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. പുതിയിടം പേച്ചി അമ്മൻ കോവിൽ അങ്കണത്തിൽ നടന്ന ആഘോഷം വിശ്വകർമ്മ സേവാ സമാജം പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന ഈ കായംകുളം പട്ടണത്തിൽ സ്വന്തമായി വസ്തു വാങ്ങി സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് എടുത്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഭാരവാഹികളും നമ്മൾ ഓരോരുത്തരും. അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് ശേഷം സമുദായ സംഘടനകൾ അധികം ചെയ്യാത്തൊരു കാര്യം ഈ കായംകുളം പട്ടണത്തിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മംഗള സമാജത്തിൻ്റെ പ്രവർത്തകരും സമുദായ സംഘടനയുടെ ആളുകളും നേതാക്കളും ഒക്കെ തന്നെ ഈ കായംകുളം പട്ടണത്തിലെ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വസ്ത്രവും അവർക്ക് അന്നവും ഊട്ടിയിട്ടുള്ള ഒരുപാട് ദിവസങ്ങളുണ്ട്. എല്ലാ വർഷവും എല്ലാ ഓണക്കാലത്തും ഇത്തവണ നമ്മളിന്ന് വിശ്വകർമ്മ ദിനം ഇന്നത്തെ ദിവസം തൊഴിലിൻ്റെ ദേവനായിട്ടുള്ള വിശ്വകർമ്മ ദേവൻ്റെ ആ ദിവസത്തെ ഈ പ്രത്യേക സുദിനത്തിൽ കായംകുളം പട്ടണത്തിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ കായംകുളം പട്ടണത്തെ വൃത്തിയാക്കുവാൻ ശുചീകരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരവ് അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. സെപ്റ്റംബർ 17 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1958 അങ്ങ് ബീഹാറിലെ പാട്ന എന്ന സ്ഥലത്ത് വിശ്വകർമ്മജർക്ക് ഒരു മഹാക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആരാധന നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് വിശ്വകർമ്മജർ അവർ തിക്കിലും തിരക്കിലും പെട്ട് പോലീസുമായി ഏറ്റുമുട്ടുകയും പോലീസ് വെടിവെപ്പിൽ 7ഓളം വിശ്വകർമ്മജർ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ആ സൂചകമായിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനമായി ആചരിക്കുന്നത്. ഒപ്പം തന്നെ അന്ന് 1958 എന്ന് പറയുന്ന ആ ദിവസം 1958 ഈ സെപ്റ്റംബർ 17 എന്ന് പറയുന്ന ആ ദിവസം ഒരു ഋഷി പഞ്ചമി ദിവസം കൂടിയായിരുന്നു, ഒരു പഞ്ചമി ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ചില സംഘടനകൾ ഋഷി പഞ്ചമി എന്ന ആ ഒരു കൺസെപ്റ്റിൽ ആ ഋഷി പഞ്ചമി ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശ്വകർമ്മദേവൻ സ്വയംഭൂവായിട്ടുള്ള ഒരു ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സദാ എല്ലാ മേഖലയിലും വിരചിക്കുന്ന ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടിക്കും കാരണഭൂതനായിട്ടുള്ള ഈ വിശ്വകർമ്മദേവനെ ഭജിക്കുവാൻ കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ 17. കായംകുളം നഗരത്തിലെ ശുചീകരണ തൊഴിലാളികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മധുര പലഹാര വിതരണം, ഭാഗവത പാരായണം, പ്രത്യേക പൂജ, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. പിന്നെ വിശ്വകർമ്മദേവന്റെ ഈ 17ാമത്തെ സെപ്റ്റംബർ 17 എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുകയാണ്. വിശ്വകർമ്മദേവന്റെ ജന്മദിനമാണ്. ജന്മദിനമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വിശ്വകർമ്മ ജയന്തി ആഘോഷിക്കുന്നു. അന്ന് ഭാരതമെമ്പാടുമുള്ള വിശ്വകർമ്മജരെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയും കൂടാണ്. നമ്മളെ വിശ്വകർമ്മ സേവാ സമാജം ഇവിടെ കായംകുളത്ത് തുടങ്ങിയിട്ടിപ്പോൾ 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 25 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് സേവനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 2-3 കുറച്ച് വർഷമായിട്ട് ഞങ്ങൾ മംഗള സമാജത്തിൻ്റെ സേവാ സമാജത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയായിട്ട് ഉത്തരാടത്തെന്ന നമ്മുടെ തെരുവിൽ നമ്മുടെ അന്തി ഉറങ്ങുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് വസ്ത്രം കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരെ കാണുകയും മറ്റുള്ള ഒരുപാട് സേവനങ്ങൾ, പിന്നെ നമുക്കൊരു ക്ഷേത്രമുണ്ട് പേച്ചമ്മൻ കോവിൽ, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം മംഗള സമാജത്തിൻ്റെ നല്ല രീതിയിലെല്ലാം ചെയ്തു പോകുന്നുണ്ട്. സേവാ സമാജക്കാർ അവരുടേതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയാൻ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാടിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടുപക്ഷ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വിശ്വകർമ്മ ജയന്തി ഇന്ന് സെപ്റ്റംബർ 17 നമ്മുടെ മുനിസിപ്പൽ നമ്മുടെ പട്ടണം ഏരിയയിലുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കി ശുചീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. സംഗതി എന്ന് വെച്ചാൽ നമ്മളവർ മുനിസിപ്പാലിറ്റിയിലെ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലൊക്കെ ഉത്തമമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജോലി ചെയ്തെടുക്കുന്ന അവരെ അഭിനന്ദിക്കുക തന്നെ വേണം. സമാജം ഭാരവാഹികളായ ജെ രാധാകൃഷ്ണൻ, ടി അശോക് കുമാർ, പി വേണുഗോപാലനാചാരി, സുശീല മനോഹർ, പി ഹരിഹരൻ, കെ രംഗസ്വാമി, എസ് മുരുകൻ, സി രാധാകൃഷ്ണൻ, സി മുരുകൻ, രംഗം മുരുകൻ, ദിവ്യ ബാലാജി എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് കായംകുളം.